അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മോമിനിങ്ങളെ. മരണവുമായി ബന്ധപ്പെട്ട് ഓരോ കുടുംബത്തിൻ്റെയും അവസ്ഥയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. റമദാനിലെ മരണം, ഒരാളെ ആശ്രയിച്ച് മാത്രം ജീവിക്കുന്ന കുടുംബം, അവർ പെട്ടെന്ന് ഇല്ലാതാകുമ്പോഴുള്ള ആ കുടുംബത്തിലെ അവസ്ഥ, നോമ്പ് തുറക്കാൻ വേണ്ടി അവർ കൊണ്ടുവരുന്നതും കാത്തു നിൽക്കുന്ന കുടുംബത്തിൻ്റെ മുന്നിലെത്തിയത് വെള്ളത്തുണിയിൽ പൊതിഞ്ഞ അവരുടെ പ്രിയപ്പെട്ടവർ, എത്രമാത്രം വേദനിപ്പിക്കുന്ന വാർത്തയാണ്. നോമ്പുകാരനായി പടച്ചറബിലേക്ക് മടങ്ങിയ 3 ചുമട്ട് തൊഴിലാളികൾ കോഴിക്കോട് പുതിയങ്ങാടിയിൽ കെട്ടിടത്തിൻ്റെ സ്ലേബ് മറിഞ്ഞു വീണ് ആ 3 പേരും മരണപ്പെട്ടു. ഒരു കുടുംബത്തിൻ്റെ പട്ടിണി മാറ്റാൻ നോമ്പും നോറ്റ് ചുമടെടുക്കുന്ന 3 പേര്, പുതിയങ്ങാടി സ്വദേശികളായ ജബ്ബാറും അഷ്റഫും ബഷീറും ഇന്ന് പടച്ചറബിൻ്റെ റഹ്മത്തിലേക്ക് പരിശുദ്ധനായി നോമ്പുകാരനായി റബ്ബിൻ്റെ അടുത്തേക്ക് എത്തി. പടച്ചറബ് അവരെ സ്വർഗത്തിലേക്ക് എത്തിക്കട്ടെ. അവരുടെ കുടുംബത്തിൻ്റെ എല്ലാ സംരക്ഷണവും പടച്ചറബ് തന്നെ ഏറ്റെടുക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. വേറൊരു മരണമുണ്ടായിരിക്കുന്നത് കണ്ണൂർ സിറ്റി നീർച്ചാൽ സ്വദേശി ഫവാസ് ദുബായിൽ വെച്ചായിരുന്നു പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരണപ്പെട്ടത്. സന്തോഷത്തോടെ നാട്ടിൽ വരാനിരിക്കുകയായിരുന്നു ആ ഒരു പ്രവാസി. പെട്ടിയും കെട്ടി ഞായറാഴ്ച തറാവിയും കഴിഞ്ഞ് അങ്ങ് ദുബായിൽ നിന്നും നാട്ടിൽ വരാനിരിക്കുകയായിരുന്നു. പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരണപ്പെട്ടു. മകനെ കാത്തു നിൽക്കുന്ന ഉപ്പയും ഉമ്മയും, സന്തോഷത്തോടെ ഭർത്താവിനെ കാത്തു നിൽക്കുന്ന പ്രിയപ്പെട്ട ഭാര്യ, പ്രിയപ്പെട്ട മക്കൾ, ഉപ്പ കൊണ്ടുവരുന്ന കളിപ്പാട്ടവും മിഠായിയും കാത്തു നിൽക്കുന്ന ആ പൊന്നോമന മക്കളുടെ മുന്നിലെത്തിയത് ഒരു വലിയൊരു പെട്ടിയായിരുന്നു. ആ പെട്ടിയിൽ അനങ്ങാതെ മരവിച്ച് കിടക്കുന്ന സ്വന്തം മകനെയും ഭർത്താവിനെയും ഉപ്പയെയും കണ്ട ആ കുടുംബത്തിൻ്റെ വേദന എത്രമാത്രമായിരിക്കും പ്രിയപ്പെട്ടവരെ. എല്ലാം ശരിയാകുമടി എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ഇന്നാരുമില്ലാതായ ആ കുടുംബം, കരയണ്ട മക്കളെ എന്ന് പറയാൻ ആളില്ലാത്ത ആ ഒരു കുടുംബം, അങ്ങനെയുള്ള ഓരോ കുടുംബത്തിൻ്റെയും വേദനയിലാണ് ഞാനും നിങ്ങളും ഇന്ന് പങ്കുചേരുന്നത്. പെട്ടെന്നുള്ള പൊടുന്നനെയുള്ള മരണം കൂടിക്കൂടി വരികയാണ് പ്രിയപ്പെട്ടവരെ. എല്ലാവരും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കണം, മരണത്തെക്കുറിച്ച് ചിന്തിക്കണം. ഇന്ന് ആർക്കാണല്ലേ മരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ ഇഷ്ടം? പക്ഷേ നമ്മളെന്നും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കണം. നമ്മുടെ കൂടെ എന്നുമുള്ളത് നമ്മുടെ മരണമാണ്. മരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതവും മരണവും അവിടെ സന്തോഷത്തിലാക്കി തരട്ടെ ആമീൻ. മരിക്കുന്ന നേരത്ത് നമ്മുടെയൊക്കെ കൽബിൽ പടച്ചറബ് ഈമാൻ നിലനിർത്തി തരട്ടെ. കുഴഞ്ഞു വീണുള്ള മരണം കൂടിക്കൂടി വരികയാണ്, അതും പ്രവാസികളുടെ. ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ കണ്ട ഈ ഒരു വേദനിപ്പിക്കുന്ന വാർത്തയാണ് എനിക്ക് നിങ്ങളെ ഇന്ന് അറിയിക്കാനുള്ളത്. ഇത് വായിച്ചപ്പോൾ വല്ലാതെ അസ്വസ്ഥതയിലായിപ്പോയി ഞാൻ. തുടർച്ചയായുള്ള മരണം, അതും പ്രവാസികളുടെ. അവിടെയുള്ള നാട്ടുകാർക്കൊന്നും തീരെ വിശ്വസിക്കാൻ പറ്റാത്ത മരണമായിരുന്നു ഇത്. എല്ലാ മരണവും അങ്ങനെ തന്നെയാണ്. നമ്മുടെ വേണ്ടപ്പെട്ടവർ നമുക്ക് നഷ്ടമാകുമ്പോൾ നമുക്ക് പെട്ടെന്നൊന്നും ഉൾക്കൊള്ളാനാവില്ല. പക്ഷേ ഉൾക്കൊണ്ടേ മതിയാകൂ. മരണം എന്നുള്ളത് പടച്ചറബിൻ്റെ കലാകാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പടച്ചറബിൻ്റെ വിധിയെ നമുക്കൊരിക്കലും തടയാനാവില്ലല്ലോ. ജീവിച്ചിരിക്കുന്നവർക്ക് ക്ഷമയും സമാധാനവും ലഭിക്കാൻ എല്ലാവരും ദുആ ചെയ്യുക. അവരെ ആശ്രയിച്ച് ജീവിക്കുന്നവരുണ്ടാകും ഇവിടെ. അവരുടെ മുന്നോട്ടുള്ള ജീവിതം പടച്ചറബ് റായത്തിലാക്കി കൊടുക്കട്ടെ, സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. അതിനുവേണ്ടി ദുആ ചെയ്യുക. അത്രയും നമുക്കൊക്കെ സാധിക്കുള്ളൂ. പരിശുദ്ധ റമളാൻ മാസം നോമ്പുകാരനായി പടച്ചറബിലേക്ക് മടങ്ങുക ഏതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കാര്യം തന്നെയാണ്. പരിശുദ്ധനായി പടച്ചറബിലേക്ക് എത്തുക. ഈ ഒരു പ്രവാസി മരണപ്പെടുന്നത് നാട്ടിൽ വച്ചാണ്. ഇന്നലെ വരെ പ്രവാസി സുഹൃത്തുക്കളുമായി വീഡിയോ കോളിലൂടെ ചിരിച്ചും കളിച്ചും സംസാരിച്ചവൻ പെട്ടെന്നില്ലാതാവുകയാണ്. പിന്നെ എങ്ങനെയാണ് വിശ്വസിക്കാൻ പറ്റുക? പിന്നെ എങ്ങനെയാണ് ഉൾക്കൊള്ളാൻ പറ്റുക? ലീവ് കഴിഞ്ഞ് മറ്റന്നാൾ ദുബായിലേക്ക് പോകാനിരിക്കുകയായിരുന്നു. സുഹൃത്തുക്കളോടൊക്കെ അത് പറയുകയും ചെയ്തു. ലീവ് കഴിഞ്ഞു, റമദാൻ തീരുന്നത് വരെ കാത്തു നിൽക്കാൻ അവന് പറ്റില്ല, ജോലി പോകും. അങ്ങനെ മറ്റന്നാൾ പോകാനിരിക്കുകയായിരുന്നു. ഒരു അസുഖവുമില്ല, ഒരു ആരോഗ്യ പ്രശ്നവുമില്ല. കാണാൻ നല്ല സുന്ദരനായ ആരോഗ്യവാൻ. വീട്ടിലേക്ക് നോമ്പ് തുറക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്ത് പുറത്തേക്കിറങ്ങിയതായിരുന്നു. അത്രയുള്ളൂ, പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരണപ്പെട്ടു. ഒരാളുടെ ദുനിയാവിലെ ജീവിതം ഇവിടെ കഴിഞ്ഞു. ഇത്രയുള്ളൂ നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത്. നോമ്പുകാരനായി റബ്ബിലേക്ക് മടങ്ങിയത് TP സൻഫീർ എന്ന ഈ ഒരു യുവാവായിരുന്നു. പടച്ചറബ് മാഫിറത്തും മർഹമത്തും കൊടുത്ത് ഈ ഒരു പുണ്യമാസത്തിൻ്റെ പ്രതിഫലവും നൽകി സ്വർഗീയ പൂങ്കാവനം തന്നെ തുറന്നു കൊടുക്കുമാറാകട്ടെ ആമീൻ.
ഇവരുടെ കുടുംബത്തെ പടച്ചിറപ്പ് തന്നെ സംരക്ഷിക്കുമാറാകട്ടെ. അവർക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കുമാറാകട്ടെ. ആമീൻ. ഇവർ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ പടച്ചിറപ്പ് പുറത്തു കൊടുക്കട്ടെ. നരകം ഹറാമാക്കി സ്വർഗം കൊടുക്കുമാറാകട്ടെ. ആമീൻ. ഞാൻ ഈ പറഞ്ഞവരുടെയൊക്കെ മരണം നല്ലൊരു മരണമാണ്. നമ്മളൊക്കെ ജീവിതത്തിൽ പലതും കളിച്ചിട്ടുണ്ടാകാം. പക്ഷേ വിശ്വാസികളെല്ലാം ആഗ്രഹിക്കുന്നതാണ് നമ്മുടെയൊക്കെ അവസാനം നന്നാവുവാൻ. ആ ഒരു ഭാഗ്യം കിട്ടിയാണ് ഇവരൊക്കെ ഇന്ന് റബ്ബിലേക്ക് മടങ്ങിയത്. അവർക്കൊക്കെ പടച്ചിറപ്പ് സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചിറപ്പ് നാളെ അവരുടെ കൂടെ നമ്മെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. മരണപ്പെട്ടുപോയ കുടുംബത്തിന് വേണ്ടി എല്ലാവരും ദുആ ചെയ്യണം പ്രിയപ്പെട്ടവരെ. ഓരോ കുടുംബത്തിൻ്റെയും അത്താണിയാണ് ഇല്ലാതായത്. പാവങ്ങളുടെ ജീവിതമാണ് ഇന്ന് ഉത്തരം മുട്ടിയിരിക്കുന്നത്. പടച്ചിറപ്പിനോട് ദുആ ചെയ്യുക. മരണപ്പെട്ടവർക്ക് വേണ്ടി എല്ലാവരും ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിഹയും ഓതി ഹദിയ ചെയ്യുക. ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.